നമസ്കാരം, അമൃതാണ്. ഒബ്സഷൻ മൂവിയുണ്ട്. IMDb റേറ്റിംഗ് 8.1 പക്ഷേ ഇത് മലയാളികളുടെ ഇടയിൽ കുറച്ചൊരു ഓവർ ഹൈപ്ഡ് ആണ്. കാരണം ഇത് തിയേറ്റേഴ്സിൽ വന്നു, ഒരു റൗണ്ട് ഓടി, ആരും അത്രത്തോളം ശ്രദ്ധിച്ചില്ല, വലിയ വിലയൊന്നും കൊടുത്തില്ല. പിന്നെ ഇത് റിവ്യൂവേഴ്സൊക്കെ കണ്ട് ഇതിൻ്റെ റിവ്യൂസൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ പല തിയേറ്റേഴ്സും ഈ ഒരു മൂവി പിടിച്ചിടുന്നുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഹൊറർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് കുറച്ച് അപാകതകളൊക്കെ തോന്നി. മലയാളിയിൽ ഈ സിനിമ ഏറ്റെടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് സീറ്റ് എഡ്ജ് തരുന്നുണ്ട്. അതായത് കുറേ എലിവേഷൻ സീൻസ് ഉണ്ട്. ആ സമയത്ത് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ശരിക്കും നമ്മളെ ഞെട്ടിച്ചളയും. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ സിനിമയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന സൈലൻസുകൾ, അതാണ് ശരിക്കും ഒരു ഹൊറർ മൂവിയുടെ മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് യൂഷ്വൽ ഒരു ഹൊറർ ടെംപ്ലേറ്റിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ മൂവി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ കൊച്ചുകുട്ടികൾക്കൊന്നും പറ്റിയൊരു മൂവിയല്ല. അഡൾട്ട്സ് ഓൺലി സർട്ടിഫിക്കേഷൻ ആണെന്നാണ് തോന്നുന്നത്, കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. സോ സിനിമ അങ്ങനെ ഒരു സീറ്റ് എഡ്ജ് തരുന്നത് കൊണ്ട് തന്നെയാണ് ശരിക്കും മലയാളികൾ ഈ ഒരു സിനിമയെ ഏറ്റുപിടിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് തുടക്കം മുതൽ അങ്ങനെ ഒരു കൺവിൻസിങ് നേച്ചറിൽ പോയിട്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഒരു ഫോഴ്സ്ഫുള്ളായിട്ട് തോന്നുമ്പോൾ, അതായത് പേടിപ്പിക്കുന്ന രംഗങ്ങൾ ഉണ്ടാവാൻ വേണ്ടി വളരെ ഒരു ഫോഴ്സ്ഡായി തോന്നുന്ന സീൻസ് വരുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കല്ലേടിയായി മാറുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ടെക്നിക്കലി ഒക്കെ ടോപ്പ് നോച്ചാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് ആയിരുന്നാലും, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് ഉണ്ട്. അത് യൂഷ്വലി ഹൊറർ മൂവീസിനൊക്കെ ഒരു ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡ് കൈൻഡ് ഓഫ് ഒരു മൂഡാണ് പിടിക്കുന്നത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അവിടെയും കുറച്ച് വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു കളർഫുള്ളായിട്ട്, അതായത് ഒരു നോർമൽ ഇംഗ്ലീഷ് മൂവിയുടെയൊക്കെ ഒരു കളർ ടോണാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമൊക്കെ സിനിമയ്ക്ക് ഒരു വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ആക്ടേഴ്സ് എനിക്ക് അത്ര വലിയ ഫെമിലിയർ ആയിട്ടുള്ള, നേരത്തെ സിനിമകളിലൊന്നും കണ്ടിട്ടുള്ള ആക്ടേഴ്സൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിൻ്റെ ഡയറക്ടർ കറി ബാർക്കർ, ഇന്ത്യ നവരത്തെ അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസ് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, കാസ്റ്റ് ആൻഡ് ക്രൂ, റോക്ക് ബർബൽ ഏതാണ്ട് മൂവിയുടെ ഒരു കൺട്രോൾ, ഒരു മാസ്റ്റർ കീ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക് സ്കോറിംഗ് ആണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ ടൈലർ സൈമൺസ്, ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ എഡിറ്ററും കൂടെ. ആ ഒരു കട്ട്സിൻ്റെ ഒക്കെ ഒരു പെർഫെക്ഷൻ സിനിമയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിനിമേനെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് ഡയറക്ടർ പുഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈനിൽ കുറച്ച് അപാകതകൾ എനിക്ക് തോന്നിയത്, പ്രത്യേകിച്ച് അതൊരു സൈക്കോളജിക്കൽ ഹൊറർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറും കൂടെ ആയി മാറുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. സോ അതെൻ്റെ പേഴ്സണലായിട്ടുള്ള പെർസ്പെക്റ്റീവാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ 100% വർക്കായെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൊറർ ജോൺറ ഇഷ്ടപ്പെടുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വർത്ത് വാച്ചാണ്. നിയർ ബൈ ഡോൾബി അറ്റ്മോസ് സൗണ്ടിങ് ഉള്ളൊരു തിയേറ്റർ സെലക്ട് ചെയ്ത് നിങ്ങൾ ഈ ഒരു സിനിമ കാണുക. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 10 ഒരു 7 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.